അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് യൂണിഫോമിനെ പറ്റിയാണ്. അപ്പോൾ എന്താ യൂണിഫോമിനെ പറ്റി ഇത്ര പറയാമെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾക്ക് യൂണിഫോം അടിച്ചവരുണ്ട്, അടിക്കാത്തവരുണ്ട്, തുണിയൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങുന്നവരുണ്ട്. അങ്ങനെ പല ഇതിലുമുണ്ട്. അപ്പോൾ പറയാനുള്ളൊരു ഒറ്റ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, കുട്ടികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിലിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല പെർഫെക്റ്റായ രീതിയിൽ അവർക്ക് നല്ല കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ വേണം യൂണിഫോം തയ്ക്കാൻ വേണ്ടിയിട്ട്. അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ തുണി കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര പോളിസ്റ്ററാണ് ഉണ്ടാകും. പക്ഷെ അതല്ലാതെ അവർക്ക് പറ്റൂല. കാരണം ഈ പോളിസ്റ്റർ ആണെങ്കിലാണ് അവർക്ക് ദിവസം ഇത് ഉപയോഗിക്കേണ്ടതാണല്ലോ. അപ്പോൾ അത് അവർക്ക് ഈട് നിൽക്കണമെങ്കിൽ, കുറച്ച് നേരം ഉപയോഗിക്കണമെങ്കിൽ, ചില 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കങ്ങനെ ഈട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം തുണികളെ പറ്റുള്ളൂ. കാരണം സാധാരണ കോട്ടനോ അല്ലാത്ത തുണികളൊന്നും പറ്റില്ല. ഈ ചൂടത്ത് ഇങ്ങനത്തെ പോളിസ്റ്ററൊക്കെ ഇട്ടുള്ള സ്ഥിതി അറിയാമെന്ന്, എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒന്ന്, ഒരുപാട് ഇറുകിയ ടൈപ്പ് യൂണിഫോമിൻ്റെ ടോപ്പുകളൊന്നും തയ്ക്കാതിരിക്കുക. യൂണിഫോം ടോപ്പ് എന്ന് മാത്രമല്ല കേട്ടോ, ഇപ്രാവശ്യം പല കുട്ടികളും പല രീതിയിലാണ് തയ്ക്കുന്നത്. കാരണം അവർക്ക് ടൈറ്റ് ആവണം, ലൂസ് പറ്റില്ല. അപ്പം അത് പോളിസ്റ്ററാണ്. നമ്മൾ ശരീരത്തോട് ഇങ്ങനെ പറ്റി നിൽക്കുമ്പോൾ എത്രത്തോളം അപകടമാണെന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ഒരു ചൂടും ഇതൊക്കെ ആകുമ്പോൾ ത്വക്കിനൊന്നും ഒരിക്കലും നന്നാവില്ല. കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വേണം. കാരണം മക്കളെ ഇത് പറ്റൂല, ഇതിങ്ങനെയാണെന്നുള്ള സംഗതി. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ഇട്ടിരിക്കുകയാണ്. പിന്നെ പിറ്റേന്ന് രാവിലെയും സ്ഥിതി ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മഴക്കാലം എന്ന് പറഞ്ഞാൽ മഴക്കാലം എന്ന് പറയാൻ പറ്റില്ല. മഴയും വെയിലൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ്, പകലൊക്കെ നല്ല വെയിലാണ്. അത്തരം അവസ്ഥയൊക്കെ ആകുമ്പോൾ ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തയ്പ്പിക്കുമ്പോൾ കുറച്ച് ലൂസിൽ തയ്പ്പിക്കുക. അങ്ങനെ തയ്പ്പിക്കുമ്പോൾ അതുപോലെ ഇറക്കം കുറയ്ക്കാത്ത ലേശം ഇറക്കത്തിൽ തയ്പ്പിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ഇറക്കം പിന്നെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നതിനെക്കാട്ടും കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂല. യോജിപ്പിച്ചാൽ തന്നെ അത് വൃത്തി ഉണ്ടാവില്ല. അതിൻ്റെ വില 2 കൊല്ലമൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. കുട്ടികൾ ഒരേ വലുപ്പത്തിൽ ഇരിക്കില്ലല്ലോ. അവർ കുറച്ചൊക്കെ തടി വെക്കും, നീളം വെക്കും ഒക്കെ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ലേശം ഇറക്കത്തിലൊക്കെ അമ്മമാരാണ് അത് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അമ്മമാരെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ലേശം ലൂസിൽ ഇടുക എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരില്ല. പിന്നെ ഒരു ഇച്ചിരി ലൂസ് ഈ അടിയിലുണ്ടെങ്കിൽ മേലെ നമ്മൾ കോട്ട് വരുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് തന്നെ അവിടെ കിടന്നോളും. കാരണം കോട്ട് കട്ടിയുള്ള തുണിയിൽ തയ്ക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവും. അത് ഇട്ട് കഴിഞ്ഞാലും ഒരു നല്ല സ്റ്റഡി ആയിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഇനിയിപ്പം ടോപ്പ് ഒരു ഇത്തിരി ലൂസായി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ശരീരത്തോട് പറ്റി കിടക്കാത്ത രീതിയിൽ അങ്ങനെ തയ്പ്പിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടും അത് തന്നെയാണ് നല്ലത്. ശാരീരിക അസ്വസ്ഥതകൾ ഒഴിവാക്കാനും നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, പോളിസ്റ്ററാണ്. ശരീരത്തോട് പറ്റുമ്പം ചൂടും കൂടി ആകുമ്പോൾ പറയേണ്ടി വരില്ല അതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അതേപോലെ തന്നെയാണ് കാലിൻ്റെ സ്ഥിതി പറയുകയാണെങ്കിലും പല കുട്ടികളും അതേമാതിരി ഭയങ്കര ടൈറ്റിലൊക്കെ അടിക്കണവരുണ്ടാവും. പക്ഷെ അങ്ങനെ അടിക്കരുത്. ഈ ഭാഗമൊക്കെ എന്തായാലും നമ്മൾ ഈ സീറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, സീറ്റ് അരവിട്ടിട്ട് ഏകദേശം ഈ ഭാഗമൊക്കെ ഇവിടെയൊക്കെ നല്ല ലൂസ് വേണം. ഈ ഭാഗം ഇതൊന്നും വല്ലാതെ ഇങ്ങനെ പറ്റി നിൽക്കുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതും ഞാൻ പറയേണ്ടതില്ലല്ലോ. അതൊക്കെ ശരീരത്തോട് പറ്റി നിന്നാൽ അതിൻ്റെ മുകളിൽ ഇതും ടൈറ്റ്, ടോപ്പും ടൈറ്റ് എല്ലാം കൂടി ആകുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് തന്നെ മാറും അത്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാലിൻ്റെ ഈ ഭാഗം ഒരു ലേശം ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് കൊടുക്കണമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമാണ്. അപ്പോൾ നിലത്തൊന്നും ഇട്ട് അടിഞ്ഞ് അഴുക്കാവാതിരിക്കാൻ നമുക്ക് എന്ന് വെച്ചിട്ട് നമ്മൾ ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ രീതിയിൽ വേണം ഈ അടിഭാഗം തയ്ക്കുക. ബാക്കിയുള്ള ഭാഗം ഒരു ലേശം ലൂസിൽ തയ്ക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. എന്നാലും നിങ്ങൾക്കത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതായിരിക്കും കുറച്ച് നല്ലത്. യൂണിഫോമിലൊക്കെ നമ്മൾ കല്യാണത്തിനൊന്നും പോകില്ലല്ലോ. അപ്പോൾ ഒരു ഇത്തിരി സൗന്ദര്യം കുറഞ്ഞാലും സൗകര്യം കൂടിക്കോട്ടെ. മനസ്സിലായോ? ഇപ്പം അതിൽ ഇത്തിരി സൗകര്യം കുറഞ്ഞു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിനൊരു സുഖം ഉണ്ടാവും, പിന്നെ സൗകര്യം ഉണ്ടാവും നിങ്ങൾക്ക്. അതേമാതിരി കൈയൊക്കെ അതേമാതിരി കുറച്ച് ഇത്തിരി ലൂസിലെടുക്കുക തന്നെയാണ് നല്ലത്. ഈ അടിഭാഗം ഒരു ലേശം ഒന്നൊരു ടൈറ്റാക്കിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം ലേശം ലൂസാണെങ്കിൽ ഈ കക്ഷത്തിൻ്റെ ഈ ഭാഗമുണ്ട്, നമ്മൾ ഈ ആംഹോൾ ഈ ഭാഗമൊക്കെ ഭയങ്കര അവിടെയൊക്കെ പറ്റി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്, പോളിസ്റ്ററാണ്. ചില കുട്ടികൾക്കത് അലർജി വരെ ഉണ്ടാക്കും. കുരുക്കളും അങ്ങനെ പല പ്രശ്നങ്ങൾ, ചൊറിച്ചിൽ ഒക്കെ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അറിയില്ല അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോട്ടൻ്റെ ഒരു ഷിമ്മി
നിർബന്ധമായിട്ടും നിങ്ങളൊരു ഷെമ്മി, അതെങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ബനിയൻ, ഈ ആൺകുട്ടികളിടുന്ന പോലത്തെ കൈയുള്ളൊരു ബനിയനില്ലേ, വെള്ള ഒരു ഹാഫിൻ്റെ അങ്ങനത്തെ ഒരു ബനിയൻ, അങ്ങനത്തെ 2-3 ബനിയൻ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് ഇതിൻ്റെ അടിയിലിടാം, അല്ലെങ്കിൽ പിന്നെ ഈ കഴുത്ത് കാണുന്നുള്ള വിഷയം തന്നെ മുകളിൽ കോട്ട് വരുന്നതുകൊണ്ട് ഒരു വിഷയം വരില്ല. കഴുത്ത് കാണുന്നത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷെമ്മി തയ്പ്പിക്കുക കഴുത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അത് ഒരു ഹാഫ് ചെറിയൊരു കൈയുള്ള ഒരു നല്ല കോട്ടൻ്റെ തുണി എടുത്തിട്ട്, നേരിയ കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഒരു ഷെമ്മി തയ്പ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്നറാണെങ്കിൽ അത് അടിയിലിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ പോളിസ്റ്റർ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കുറേ ഒഴിവായി കിട്ടും. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഷെമ്മി ഇട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പണ്ടൊക്കെ നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം നമ്മളൊക്കെ പാവാടയും ബ്ലൗസും യൂണിഫോം ഇടുന്ന കാലത്തും നമുക്ക് ഷെമ്മി ഇല്ലാതെ നമ്മൾക്ക് ഒരിക്കലും യൂണിഫോം ഇട്ട് തരാറില്ല. എങ്ങനെ ആയാലും ഷെമ്മി അല്ലെങ്കിൽ ഒരു പെറ്റിക്കോട്ട് മുട്ടുവരെയുള്ള ഈ രണ്ടും അല്ലാതെ ഒരു കാരണവശാലും ഇപ്പം അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പം ചിലവർക്കുണ്ടാവും, ചിലർ ഉപയോഗിക്കുന്നുണ്ടാവും, ചിലർ പോളിസ്റ്റർ മറ്റേ വാങ്ങാൻ കിട്ടുന്ന റേറ്റ് അതായാലും കുഴപ്പമില്ല, നല്ല കോട്ടൻ്റെ രീതിയിലുള്ളതാണെങ്കിൽ അതായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ആൺകുട്ടിയുടെ കാര്യം പറയേണ്ട, അവരൊരു ഏകദേശം ഒരു കറക്റ്റ് തന്നെയാണ് എല്ലാം ഇടുന്നത് എനിക്ക് തോന്നി. പെൺകുട്ടികളാണ് കൂടുതലിത് അങ്ങനെ മോഡലാക്കണം. എന്തിനാ മക്കളെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യം? നിങ്ങൾ സ്കൂളിലല്ലേ പോകുന്നത്, പഠിക്കാനല്ലേ പോകുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, കോട്ടൊന്ന് ഷേപ്പിലിട്ട് വെച്ച് അതിൻ്റെ പേരിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്, യൂണിഫോം ഇട്ടിട്ടാണ് പോകുന്നത്, അവിടെ നിങ്ങൾ ആരും കളിയാക്കില്ല. കളിയാക്കുന്നവർ നിങ്ങളിട്ട് ശ്രദ്ധിക്കും വേണ്ട. നിങ്ങൾ നിങ്ങളെ സൗകര്യത്തിനാണ് ഡ്രസ്സ് തയ്ക്കേണ്ടത്, മറ്റുള്ളവരുടെ സൗകര്യത്തിനല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, അത് ഇടുന്നവർക്ക് പല കുട്ടികൾക്കും അറിയാം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.